നമ്മള് ക്രെഡിറ്റ് കാർഡും കുറച്ച് കാശൊക്കെ പോയി മൂഞ്ചി തെറ്റിയിരിക്കാൻ നമസ്കാരം, നമ്മുടെ പുതിയൊരാഴ്ച തുടങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പം തിങ്കളാഴ്ചയാണ്. ആക്ച്വലി തിങ്കളാഴ്ച രാവിലെ നമുക്ക് പണികൾ തീരെ കുറവായത് കൊണ്ടാണെങ്കിലും നമുക്ക് അത്യാവശ്യം പണികൾ വേറെ ഉണ്ട്. ഒന്നുമല്ല, നമ്മുടെ രണ്ട് കാറിന്റെയും നമ്മുടെ പാസഞ്ചർ സൈഡ്, റിയർ പാസഞ്ചർ സൈഡ് ഇതാണ്, പഞ്ചറാണ് രണ്ടെണ്ണത്തിന്റെ. ഇപ്പം നമ്മൾ ഓരോ ദിവസം പോകുമ്പോഴത്തേനും രാവിലെ കാറ്റടിച്ചിട്ടും പിറ്റേ ദിവസം വീണ്ടും കാറ്റടിച്ചിട്ടും. മസ്താങ് രാവിലെ രാജി മസ്താങ്ങിൽ അവള് അസീഷിൽ അവളുടെ പണിക്ക് പോയപ്പോൾ തന്നെ രാവിലെ കാറ്റടിച്ചിട്ട് പോയി. ഇനി അടുത്ത ഒഡീസിയിൽ ഞാൻ ഒഡീസിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഫോണിന്റെ സ്പേസ് ഇതായിപ്പോയി. എനിവേ നമ്മളിപ്പം ഒഡീസിയുടെ വീൽ ഇളക്കിയിട്ട് അതിന് റിമ്മിലൊരു ക്രാക്ക് ഉണ്ട്. അപ്പൊ ക്രാക്ക് കൊണ്ട് ഫിക്സ് ചെയ്യണം. അപ്പം ഒരുപാട് നാളായിട്ട് ഇതിനുവേണ്ടി ട്രൈ ചെയ്യുന്നപ്പോഴും മിക്ക ആൾക്കാരും ഇന്ന് കൊടുക്ക് അതിനൊരു വെള്ളിയാഴ്ച വന്നു പറഞ്ഞത്, തിങ്കളാഴ്ച അടുത്ത വെള്ളിയാഴ്ച. അപ്പോൾ ഒരാഴ്ച നമുക്ക് വണ്ടിയിലായിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിടത്ത് വിളിച്ചപ്പോൾ പറഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇളക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കപ്പിൾ അവേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ലണ്ടനിലാണ്, ഇവിടെ നിന്ന് ഒരു 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പം ഇളക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രണ്ടിന്റെ ഹെൽപ്പിന് വേണ്ടി അവനെ വിളിച്ചപ്പോൾ അവൻ ഇന്ന് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, അവനില്ല എന്ന് പറഞ്ഞു. എനിവേ ഇപ്പം ഞാൻ അവന്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് കുറച്ച് ടൂൾസ് ഒക്കെ എടുക്കാനുണ്ട്. നമുക്ക് ജാക്കിയും വണ്ടി ഇളക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി ഒരു വണ്ടി നമ്മൾ ഒപ്പിച്ചു. ഇപ്പോൾ ഒരു എലണ്ടർ നമ്മുടെ ഉണ്ട്, നമ്മുടെ ട്രക്ക് ഓടിക്കുന്ന എഡ്വിന്റെ ആണ്. അപ്പോൾ ഈ ആടി ഇപ്പോൾ എഡ്വിന്റെ വണ്ടി എടുത്തിട്ട് നേരെ ഇപ്പം നമ്മുടെ ജിതിന്റെ വീട്ടിൽ വന്നു. ഇനിയിപ്പം അവന്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാം. എന്തായാലും ഇവിടെ ഗാരേജൊക്കെ തുറന്നിട്ടേക്കുന്ന കാരണം നമുക്ക് കുറച്ച് ഈസിയായി. ഇനിയിപ്പോൾ അതുകൊണ്ട് അവന് വീഡിയോ കോൾ വിളിച്ച് ചോദിച്ച് ഏതാണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കണം. ഇതിനകത്തായിരിക്കും സാധനം. യെസ് ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് വെച്ചാണ് നമുക്ക് നമ്മുടെ വീട് ഇളക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ബാറ്ററി കണ്ടുപിടിക്കണം. ബാറ്ററി ഇസ് ദെയർ. അപ്പോൾ ഒരുവിധം വീലിളക്കാനുള്ള എല്ലാ സാധനവും തന്നെ നമ്മളിവിടെ നിന്ന് ഒപ്പിച്ചു. ഇതെല്ലാം ഇനി നമുക്ക് ആ എലണ്ടറൊക്കകത്തോട്ട് കയറ്റണം. ഞാൻ വീട്ടിൽ വന്നിട്ട് ടയറൊക്കെ ഇളക്കാന്നുള്ള പ്ലാൻ ഇട്ടപ്പോൾ ഒരുത്തി റെഡി ആയിട്ട് എൻ്റെ കൂടെ വന്നേക്കാം. ഞാൻ കാറിൽ കറങ്ങാൻ പോകണം. എന്നെ കൊണ്ട് കീയൊക്കെ എടുപ്പിച്ചിട്ട് ഫ്രണ്ടിൽ കയറിയിരിക്കാൻ. എനിക്കറിയാമല്ലോ നമുക്കിവിടെ കാർ സീറ്റ് അല്ലാതെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഞാൻ റെഡി ടു ഗോ. എവിടെ പോകും നമ്മള്? റെഡി ടു ഗോയോ? എവിടെ പോന്നു? എവിടെയാ പോന്നു കുഞ്ഞു? എവിടെ പോന്നു? പറഞ്ഞു കൊടുത്ത എവിടെ പോന്നു? പറഞ്ഞു എവിടെ പോവാ നമ്മള്? ടാറ്റ പോന്നോ? എന്തേലും ആട്ടെ. പപ്പ കാർ ഓടിച്ച് ഞാൻ ഇവിടെ ഇരുന്ന് പോകും. അല്ലെങ്കിൽ കാറൊന്ന് മാറ്റിയിടാം. എന്നിട്ട് നമുക്ക് അടുത്ത വണ്ടി എടുത്ത് സ്റ്റേബിൾ ആക്കിയിട്ട് ജാക്കൊക്കെ വെക്കണം അല്ലേ? അപ്പനെ ഹെൽപ്പ് ചെയ്യോ കുഞ്ഞ്? യെസ് പറ. യെസ്. കൈപ്പിടി. ആ കൈപ്പിടി. റെഡി. ഡോറടക്കി. ക്ലോസ്. ഓ തള്ളേ അടയ്ക്കമാ. അവിടെ അല്ല വെളിന്ന് തള്ളു. ആ അവിടെ തള്ളു. എനിക്ക് ആ വീൽ ഇളക്കിയിട്ടേ ലണ്ടനിൽ കൊണ്ട് കൊടുക്കാനുള്ളതാ. ഇതാണ് കറങ്ങി അടക്കാൻ സമയമില്ല. നോക്കൂ കേട്ടോ. ബാ നമുക്ക് മറ്റേ കാറിൽ പോവാം, അടുത്ത കാറിൽ പോവാം. നമുക്ക് ഒഡീസി മാറ്റിയിടാം. വാ. എൻ്റെ കൂടെ പണിക്കൊന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ട് മൊത്തം അലമ്പാ. നമ്മളൊരു ഈ റിമ്മിലാണ് ആക്ച്വലി ക്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇളക്കി വണ്ടിക്കകത്ത് അടുത്ത റിമ്മും കൂടെ ഇളക്കി. പക്ഷെ വിസിബിളി ക്രാക്ക് കാണുന്നില്ല. അപ്പം 4 ഏതോ ഒരു റിമ്മിലാണ് ക്രാക്ക് ഉള്ളത്. അപ്പം ഇത് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തിട്ട് ഇതിനകത്ത് ക്രാക്ക് ഒന്നും കാണുന്നില്ല വിസിബിളി. അത് പറഞ്ഞാൽ വേറെ റെഡി എന്തിച്ചു തിരിച്ച് ഇത് ഫിക്സ് ചെയ്തിട്ട് ഈ 4 ടയറും കൂടെ കൊണ്ടുപോയിട്ട് ടയർ മാറി അവിടെ നിയർ ബൈ ഒരാളുണ്ട്. ആക്കടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ടയർ ചേഞ്ച് ചെയ്യാം. ഈ ടയർ 4 അതിൽ പോകേണ്ടതാണ്. അവിടെ 4 ടയർ ഇരിക്കുന്നു, അത് മസ്താങ്കി പോകുന്നതാണ്. ഈ 4 ടയർ നമുക്ക് ഇതിലാദ്യം ഇടാം. അപ്പോൾ ഇടുമ്പത്തിന് അവർക്ക് എന്തായാലും 4 ഏത് റിമ്മാണ് ക്രാക്ക് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കണ്ടുപിടിച്ചിട്ട് ആ ഒരു റിമ്മുമായിട്ട് റിം ഡോക്ടറിൻ്റെ അടുത്ത് പോകാം അല്ലേ ജില്ലോ? യെസ് പറ. ഫുഡ് കഴിച്ചിട്ട് പോവാം. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇവിടെ ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. ഗ്ലൗസ് ഇട്ട് പണിയാൻ സമ്മതിക്കത്തില്ലെന്നേ ഉള്ളൂ. വീഡിയോ എടുത്തന്നെ അതെങ്ങനെ? അപ്പൊ ടയർ എടുക്കുന്ന വീഡിയോ എടുത്തുന്ന വിളിച്ചേ. ടയർ എടി ഹെൽപ്പറായിട്ട് വന്നിട്ട് ഒരു പണി എടുക്കുന്നില്ലല്ലോ നീ ജില്ലു. നീ ഹെൽപ്പറാന്നും പറഞ്ഞു വന്നല്ലേ? വീഡിയോ എടുത്താപ്പേക്ക്. വീഡിയോ എടുത്ത. ആ എന്റെ ഗ്ലൗസ് ഊരാൻ അവർക്ക് താല്പര്യം. ഈ ഞാനിപ്പോ രണ്ടാമത്തെ ഗ്ലൗസ് അത്. കാനഡയിൽ സമ്മർ ആയി കഴിഞ്ഞാൽ മാത്രം കിട്ടുന്നൊരു സ്വാഭാവികമാണ് വെളിയിലിരിക്കാം. നമ്മളെ പുറത്തുനിന്ന് പണിയെടുത്തിട്ടും ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കേണ്ടായിരുന്നല്ലോ. ചാളക്കറിയും മുട്ട പൊരിച്ചതും തൈരും ഒക്കെ ഇട്ട് അല്ലേ? ചോറ് കഴിച്ചടി.
അവൾ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇങ്ങോട്ട് ഇറങ്ങി ബാക്കായിട്ട് ഇരുന്ന് ഫുഡും കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ടയർ മാറാനിട്ട് പെട്ടെന്ന് പോകണം. വാ 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 ചോറ്. ഓ എങ്ങ് വാ ജില്ലെങ്ങ് വാ ചാടി വാ വെള്ളത്തിൽ ചേട്ടാ ചാടി വാ. അമ്മച്ചി വെള്ളം മാറ്റിക്കോ, ഇവിടെ വന്നോളൂ. വെള്ളം തട്ടിയിട്ടിട്ട് ബാങ്ക് വാ ഇങ്ങ് വാ ഇച്ചി ഇങ്ങ് വാ. ഇന്നലത്തെ പരിപാടികളൊക്കെ നമ്മൾ പകുതി വഴിക്ക് നിർത്തേണ്ടി വന്ന കാര്യം, ഇന്നലെ വണ്ടിയുടെ പരിപാടിയൊക്കെ ചെയ്തിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് വർക്ക്ഷോപ്പിൽ ഓയിൽ ചേഞ്ചും ടയറൊക്കെ ഉടന്ന് മാറി. ക്രാക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇനി ക്രാക്ക് ഫിക്സ് ചെയ്യാൻ പോകണം. പക്ഷേ ടയർ മാറിക്കൊണ്ടിരിക്കുന്നിടത്ത് വെച്ചിട്ട് നമുക്ക് വലിയൊരു സ്കാം കിട്ടി, ഭയങ്കര വലിയ സ്കാം. അങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് കാർഡും കുറച്ച് കാശൊക്കെ പോയി മൂഞ്ചി തെറ്റിയിരിക്കാന്ന് പറയുന്നതൊക്കെ ഇരിക്കുകയാണ്. ഇപ്പം ചിലം തിരിച്ചു പിടിക്കാൻ പറ്റും നമുക്ക്, അതുകൊണ്ടാണ് വലിയ ടെൻഷനിലായിരിക്കുന്നത്. കാരണം എന്നല്ല, നമ്മളിവിടെ ടെലസ് എന്ന് പറഞ്ഞൊരു മൊബൈൽ പ്ലാനാണ് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ആൾക്കാരെ ടെലസ് നമ്മൾ മൊത്തത്തിൽ ബിസിനസ് ലൈൻ എടുത്തേക്കുന്നത് നമുക്ക് മൊത്തത്തിൽ 6 ലൈൻ അവരിലുണ്ട്. അപ്പം അവിടെ നിന്ന് കോൾ വന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ നമ്പറിൽ വിളിച്ചു, ജെയ്സൺ പേരൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇതാണ്, നിങ്ങളുടെ ടെലസുമായിട്ടുള്ള ബന്ധമുള്ള നമ്പർ, അക്കൗണ്ട് നമ്പർ, നിങ്ങൾക്ക് ഇത്ര ലൈൻസ് ഉണ്ട്, നിങ്ങൾ എത്ര രൂപയാണ് പേ ചെയ്യുന്നത്, നിങ്ങളുടെ പഴയ അഡ്രസ്സ് ഇതായിരുന്നു. അങ്ങനെ A to Z കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോഴത്തേന് നമ്മൾ വിശ്വസിച്ചു വെക്കി ആ ടെലസിൽ നിന്ന് തന്നെ ആയിരിക്കും വിളിക്കുന്നത്. സോ ഞങ്ങൾ നിങ്ങളെ ലോയൽറ്റി കസ്റ്റമറായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തു. അത് കാരണം നിങ്ങളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു പ്ലാനിൽ $15 വെച്ച് കുറച്ചിട്ട് വെറും $25 മന്ത്ലി പ്ലാൻ തരുന്ന പറഞ്ഞപ്പോൾ ഞാൻ വാവ്. അപ്പം ടോട്ടലി നമുക്കൊരു $150, ലൈക്ക് 2 ലൈൻ $15 വോയിപ്പാണ്. അപ്പം 4 ലൈൻ $100 കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ വാവ് നൈസ്. 260 GB ഡേറ്റയും 4 ലൈന് $100 ഉള്ളൂ. ഓക്കെ ഫൈൻ, നമ്മളെല്ലാം അംഗീകരിച്ചു. എന്നിട്ട് പിന്നീട് അവർ പറഞ്ഞു നിങ്ങൾക്കൊരു ഇത് കൂടാതെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഹാമ്പറും കൂടെ ഉണ്ട്. അതായത് ഒരു ഐഫോൺ അല്ല iPad 13 Air ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടെ വരും. അപ്പം അതിന് നിങ്ങൾക്ക് ഒരു ഓർഡർ നമ്പർ പറഞ്ഞു തരണം. അപ്പം അവർ ആദ്യം ഒരു 16 Pro Maxന്റെ ഓർഡർ എനിക്ക് അയച്ചു തന്നിട്ട്, സോറി അത് റോങ് ആയിപ്പോൾ, റോങ് ഇമെയിൽ നിങ്ങൾക്കല്ല, സോറി, ഭയങ്കര അപ്പോളജീസ്, സിൻസിയർ അപ്പോളജി ഇമെയിലൊക്കെ വന്നു. എന്നിട്ട് അത് ഇത് ചെയ്തില്ല, എന്നിട്ട് അടുത്ത് വരുമെന്ന് പറഞ്ഞു. അടുത്തേം വന്ന് ഞാൻ എന്നിട്ട് എൻ്റെ ഉള്ളിൽ എന്തോ ഇങ്ങനെയായിരുന്നു, എന്തോ പണിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് ടയറിന്റെ അവിടെ എന്തൊക്കെ തിരക്കായിട്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് വലിയ ബോധേടായില്ല. വൈകുന്നേരം വീട്ടിൽ വന്നിരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു കോൾ വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ 13 Pro ഞങ്ങൾ iPad ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സാധനം വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മളോട്ട് കണക്ട് ചെയ്യുന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനാണ് നമുക്ക് ടെലസിലേക്ക് ലൈനൊക്കെ എടുത്തത്. പെട്ടെന്ന് അവനെ വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു നോനോ ഇങ്ങനെ സംഭവം ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ടെലസി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഇതില്ല, റെസ്പോൺസ് ഇല്ലാത്തൊരു ടീംസ് കേട്ടോ, ഭയങ്കര ഒരു ബോർ ടീംസ്. ഇനി അവർ പറഞ്ഞു നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ രാവിലെ വിളിക്കുന്നു. എന്നാലും നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരു $206 ടാക്സിന്റെ പോയി. പിന്നെ ഇവന്മാർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വാങ്ങിച്ചു. അവിടെയാണ് എനിക്ക് ഒരു ഫീലിംഗ്, ലൈക്ക് ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ കൊടുക്കാത്ത, എന്ത് വന്നാലും നമ്മൾ സസ്പീഷ്യസ് ആയിട്ട് നോക്കുന്നുണ്ട്. ഇന്നലെ ഗിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തും കൊടുത്തു. ഇനിയിപ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് വെച്ചാൽ എന്താ ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യാൻ പോകണം. എനിവേ അത് കാരണം ഇന്നലത്തെ ദിവസം പിന്നെ ഒരു കാര്യം നടന്നില്ല. ഇന്നിപ്പം നമ്മുടെ ഒരു സൂം മീറ്റിങ്ങിലേക്ക് നമ്മൾ പോകാൻ പോകണം. ഇറ്റ്സ് ആക്ച്വലി എ ബിഗ് ഡേ ഫോർ മീ. അത് 2 മണിക്കൂർ ഉണ്ടാവും. 10:15 തുടങ്ങും. ഇപ്പോൾ 10:11 അപ്പം 2 മണിക്കൂർ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് കാണാം. എനിവേ സ്കാമിനെ കുറിച്ചൊക്കെ കുറച്ച് ആൾക്കാരെ നമ്മൾ ബോധവൽക്കരിക്കണം എന്നുണ്ട്. കാര്യം ഇവിടെ എനിക്കറിയാവുന്ന ഒരുപാട് പേര് ടെലസ് യൂസ് ചെയ്യുന്നുണ്ട്. ടെലസിനകത്ത് ഇത് ഉള്ളിലുള്ളവർ കളിക്കുന്ന കളിയാണ്, പുറത്തുനിന്ന് ആരും ഒന്നും ചെയ്യുന്നില്ല. കാര്യം അതുകൊണ്ട് തന്നെയാണ് അവരുടെ സിസ്റ്റം ഫുൾ അവർക്കറിയാം. നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ട്രസ്റ്റ് വർത്തിയാണ്. വരുന്ന ഓരോ ഇമെയിൽസും ലൈക്ക് ടെലസി വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് കാണിച്ചു പോകുമ്പോൾ ഇത് സെയിം ലൈക്ക് ലുക്സ് ലൈക്ക് ഫേക്ക് ഒന്നും അല്ല, ഒറിജിനൽ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തേക്കുന്നത്. ടെലസിൽ നിന്ന് തന്നെയാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തേക്കുന്നത്. എന്തായാലും രാവിലെ ഇപ്പോൾ ഉറക്കം എഴുന്നിട്ട് 10 മിനിറ്റ് ആയതുള്ളതാണ് എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല അവരെ. പിന്നെ ഈ മീറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് വിളിച്ച് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. എനിവേ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഈ പരിപാടി ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പം നമ്മൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു, പരിപാടികളെല്ലാം ഉഷാറായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം മറ്റേ സ്കാമേഴ്സിന്റെ പുറകെ പോയി നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്ത് പോയ പൈസ. അതിനിടയ്ക്ക് നമുക്കൊരു ഐഫോൺ 16 Pro നമ്മുടെ വീട്ടിൽ വന്നു. പക്ഷേ ടെലസിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത് ടെലസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര റോങ് ആയിരുന്നു. റോങ് മീൻസ് എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യില്ല. നമ്മുടെ ഭാഗത്ത് നമ്മുടെ ക്രെഡിറ്റ് കാർഡും കൊടുത്തു, നമ്മുടെ പേരിലൊരു വലിയൊരു സ്കാം നടക്കുന്നു. ഇത്രയും അർജായിട്ട്
ഞാൻ വിളിച്ചായിട്ട് സംസാരിക്കുമ്പോൾ അവരിലേക്ക് ഇതൊക്കെ സ്ഥിര എന്ത് ആ ഒരു മൂഡിലാണ് അവർ നിൽക്കുന്നത്. എനിവേ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രൊഡക്റ്റ് വന്ന ഉടനെ തന്നെ മറ്റേ സ്കാമേഴ്സ് എനിക്ക് ഇമെയിൽ അയച്ചു, അയ്യോ ഞങ്ങൾ റോങ് പ്രൊഡക്റ്റ് അയച്ചു, നിങ്ങൾ ഒരു എന്ത് ചെയ്യണം പെട്ടെന്ന് ഈ അഡ്രസ്സിലോട്ട് തിരിച്ച് അയച്ചു തരാൻ വേണ്ടിയിട്ട് അവരെന്നെ വിളിക്കുന്നുണ്ട്, അവരെനിക്ക് ഇമെയിൽ അയക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മറ്റവരുടെ അടുത്ത് നമ്മുടെ എന്താ പറയുക ടെലസുകാരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ടെലസുകാർ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ വരും, പക്ഷെ ഒരിക്കലും അവരിലേക്ക് അയക്കരുത്, ഞങ്ങൾ തരുന്നിടത്ത് മാത്രമേ അയക്കാവുള്ളൂ. അങ്ങനെ ആ പ്രൊഡക്റ്റ് വന്നിട്ടതിന് ശേഷം നമ്മൾ ടെലസിനെ കോൺടാക്ട് ചെയ്ത് ടെലസ് പിന്നെ വേറൊരു സാധനം അയച്ചു തന്നു, ഒരു ഷിപ്പിംഗ് ലേബൽ അയച്ചു തന്നു. ആ ഷിപ്പിംഗ് ലേബൽ അയച്ച് ടെലസിന് തിരിച്ചു കൊടുത്തു. ഇത് ടെലസിലുള്ള ആൾക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റും ഇമെയിൽ ഐ ഡിയും ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റ പുള്ള് ചെയ്ത് ഇവരുണ്ടാക്കുന്നൊരു സ്കാമാണ്. നമുക്ക് നമ്മുടെ പേരിൽ ഇവർ പറയും നമുക്കൊരു ഫ്രീ ആയിട്ട് ഐപാഡ് വരുന്നുണ്ടെന്ന് പറയാം. എന്നിട്ട് ആദ്യം ഒരു iPhone 16 17 ഒരു ഇത് വരും നമ്മുടെ വാങ്ങിച്ചെന്ന് പറയാം. എന്നിട്ട് പെട്ടെന്ന് ഒരു ഇമെയിൽ കഴിയും, സോറി അത് റോങ് ആയിപ്പോയി, ആ റോങ് നമ്പർ ഞങ്ങളിപ്പോൾ ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് വന്ന ഓർഡർ നമ്പർ എന്ന് പറയാമെന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ ഓർഡർ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഇമെയിലിന് അവർക്ക് ഫോർവേഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ഓൾറെഡി അവരിലെത്തി. ഇനിയിപ്പോൾ ആ സാധനത്തിന് അവർക്ക് എന്തായാലും വരില്ല, നമുക്ക് തന്നെ വരുള്ളൂ. നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ നേരത്തെ നമ്മൾ തെറ്റി അയച്ച സാധനമില്ല, അത് നിങ്ങൾക്ക് വരും, അത് ഞങ്ങൾക്ക് തിരിച്ചയച്ചു തരാൻ പറയും. അപ്പോൾ ടെക്നിക്കലി എന്താ പറയുക, നമ്മുടെ പേരിൽ മന്ത്ലി അടവിലും ഒരു ഫോൺ നമ്മൾ വാങ്ങിക്കുന്നു, നമ്മുടെ അഡ്രസ്സിൽ വരുന്നു. ആ സാധനം നമ്മൾ മറ്റുള്ളവർക്ക് അയച്ചും കൊടുക്കുന്നു. അപ്പം ടെലസ് നോക്കുമ്പോൾ ഞാൻ ഓർഡർ ചെയ്തു, അപ്പം എൻ്റെ പേരിലാണ്, അപ്പം എൻ്റെ പേരിൽ ഈ പൈസ എല്ലാം പോയിക്കൊണ്ടിരിക്കും. എനിവേ എന്തായാലും ഞാൻ എല്ലാം സോൾവ് ചെയ്തു, അതിനെല്ലാം രക്ഷപ്പെട്ടു, നമ്മുടെ പൈസ എല്ലാം തിരിച്ചു വന്നു. ആദ്യം ഒരു 200 സംതിങ് ടാക്സ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു, ആ പൈസയൊക്കെ ടെലസ് തന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ എടുക്കാൻ കുറച്ച് ദിവസങ്ങൾ വൈകിട്ടാണ്. അന്ന് ലാസ്റ്റ് കണ്ടതിന് ശേഷം ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പം ആ പരിപാടികളൊക്കെ സോൾവ് ചെയ്തു, നമ്മുടെ പൈസ തിരിച്ചിട്ട് കാർഡ് ഞാൻ ബ്ലോക്ക് ചെയ്തു. കാർഡ് അപ്പോൾ തന്നെ നമ്മുടെ ആപ്പിൾ തന്നെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ലോക്ക് ചെയ്യാനുള്ള. അപ്പോൾ കാർഡ് ലോക്ക് ചെയ്തിട്ട് ഇത്രയും ദിവസം ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ പുതിയ കാർഡ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ സ്കാമിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളാരും ഇത്തരം സ്കാമിൽ പോയി പെടാതിരിക്കുക. ഒരു കാരണവശാലും എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ അത്രയ്ക്ക് ഇതായിട്ട് പ്രൊട്ടക്റ്റ് ആയിട്ട് ആർക്കും കൊടുക്കാതിരിക്കുന്നത് ഞാൻ ആ ഒരു സമയത്ത് എന്ത് തോന്നിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ പോയതെല്ലാം തിരിച്ചു പിടിച്ചു, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇനിയും നമ്മൾ വേറെ വീഡിയോയിലായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പം വീഡിയോ എടുക്കാൻ കൂടുതൽ സമയം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോകളായിട്ട് വരാൻ പറ്റും.